പത്തനംതിട്ടയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഒരു +2 വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതിൽ ആ കുട്ടി +2 വിദ്യാർത്ഥിനി ഗർഭിണിയാണ് എന്നുള്ള കണ്ടെത്തൽ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പെൺകുട്ടി പഠിച്ച പത്തനംതിട്ടയിലെ സ്കൂളിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. അഭിലാല്, ഇനി രക്തസാമ്പിൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമാണ്. എങ്ങനെ പോകുന്നു നടപടികൾ? ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനടുത്ത് പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി ഗർഭവതിയായിരുന്നു എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയാണ് വിഷയത്തിൽ പോക്സോ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി ഗർഭവതിയാകുമ്പോൾ ലൈംഗിക പീഡനത്തിന് കേസ് എടുക്കേണ്ട സ്ഥിതിയുണ്ട്. അങ്ങനെയാണ് പോക്സോ കേസ് എന്നുള്ള തരത്തിലേക്ക് ഇത് മാറ്റപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ DNA പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംശയിക്കുന്ന 17കാരൻ്റെ രക്തസാമ്പിളുകളടക്കം ശേഖരിക്കുകയും പിന്നീട് അത് ക്രോസ് മാച്ച് ചെയ്ത് പരിശോധിക്കുകയും ചെയ്യും. പ്രതിത്വം തെളിയുന്ന പക്ഷം മാത്രമായിരിക്കും ഇയാൾ പ്രതി ചേർക്കപ്പെടുകയോ പിന്നീടുള്ള അറസ്റ്റ് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. അതേസമയം തന്നെ